ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഗിണി മല്ലികാമ്മയെ വഴിയിൽ വെച്ച് കാണുമ്പോൾ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ഇവിടെ വെച്ച് കണ്ടത് നന്നായി, ഞാൻ ചേച്ചി ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറയട്ടോ ചെയ്തത്. എന്താ രാഗിണി കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഗിണി പറയാം, ചേച്ചിക്ക് അറിയാമല്ലോ, ഞാനും എൻ്റെ ഭർത്താവും എത്ര നാളായി പിരിഞ്ഞിട്ട്, ഇപ്പോഴാണ് ഞങ്ങളൊരു ജീവിതം തുടങ്ങിയത്. ഈ മല്ലികാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് ജീവനാണ്, അതുപോലെ ചിത്തിരയെന്ന് പറഞ്ഞാൽ ഹരിക്കും ജീവനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അവരൊക്കെ പ്രഗത്ഭരുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ അവരെയും കൂടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ആരുമില്ല എന്ന് പറയും. അപ്പം മല്ലികാമ്മ പറയുന്നുണ്ട് കേട്ടോ, പ്രതിഭയുമായിട്ടുള്ള ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇന്നലെയൊന്നുമല്ല, ഒരുപാട് നാളായി. ഇതിൻ്റെ വലിയ വലിയ ആഘാതങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതുപോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല രാഗിണി. ആരുടെയും ജീവിതം നശിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവുമില്ല. അങ്ങനെ തുനിഞ്ഞിറങ്ങുന്ന ഒരാളുമല്ല ഞാനെന്ന് മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ കാരണം ആർക്കും ഒരു ദോഷം സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നും, ഞാൻ കാരണം മഹേഷിനോ ഹരിക്കോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള രാഗിണിയുടെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നും, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ലെന്നും അത് ഞാൻ വാക്ക് തരാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നും, എൻ്റെ ഈ ലോകത്തെ ഏറ്റവും ജീവനായിട്ടുള്ള ചിത്തുവാണെന്നും, ഇപ്പോൾ ചിത്തുവിനെ വിട്ടിറങ്ങി വരികയാണ് ഞാനെന്നും, ഇനി എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയാത്ത അവസ്ഥയിലാണെന്നും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരു നഷ്ടവും ഉണ്ടാവാനായിട്ട് ഞാൻ കാരണക്കാരി ആവത്തില്ല എന്നും അതോർത്ത് രാഗിണി പേടിക്കണ്ട എന്നും പറഞ്ഞ് രാഗിണിക്ക് ആ ഉറപ്പ് കൊടുത്തിട്ട് മല്ലികാമ്മ നടന്ന് നീങ്ങട്ടോ ചെയ്യുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ. പിന്നീട് ശങ്കർദാസ് ആണെങ്കിൽ ചിത്തിരയുടെ അടുത്തിരിക്കുകയാണ്. ചിത്തിരയ്ക്ക് നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പനി എന്തായാലും ചിത്തിരയ്ക്ക് ആദ്യം ബോധം വന്നതല്ലേ, ഇനി അങ്ങ് ശരിയായിക്കോളൂ എന്ന് ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശംഖു പറയുന്നുണ്ട്, എന്നാലും നീ നിൻ്റെ വാശി കളയത്തില്ല അല്ലേ, ആയം തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇതൊക്കെ ഉള്ളൂ എന്ന് ശങ്കർദാസ് ചോദിക്കുന്നു. ചിത്തിരയുടെ മനസ്സിനാണ് മുറിവേറ്റിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ മുറിവ് ഉണങ്ങണമെങ്കിൽ അവർ തിരികെ വരണമെന്ന് പറഞ്ഞു. ശംഖു ഒരിക്കലും നടക്കത്തില്ല, അവരെന്തെല്ലാം ചെയ്തതാണ്, അവരുടെ കള്ളത്തരം കൈയോടെ പിടിച്ചിട്ടല്ലേ ഞാൻ അവരോട് ഒന്ന് പറഞ്ഞു വിട്ടത്. ഇത്രത്തോളം അവരോട് ആത്മബന്ധം തോന്നാനായിട്ട് അവരാരാ, ഇവിടുത്തെ വെറും ഒരു സെർവൻറ്റ്, ഒരു ഒരു ഓർഡർലി, അവരോട് ഇത്രയ്ക്കൊന്നും സ്നേഹം തോന്നിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് പറയണം. നമ്മളാണ് ഇവളുടെ മാതാപിതാക്കൾ, നമ്മൾ പറയുന്നതാണ് ഇവൾ അനുസരിക്കേണ്ടതെന്ന് പറയുന്നു. ഇവർക്ക് ബോധം വന്നില്ല എന്നുണ്ടെങ്കിലേ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, അല്ലാതെ അവരെ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് തീർത്തു പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശംഖു പറയുന്നുണ്ട് കേട്ടോ, എന്തിനാ രേണു ഈ സമയത്ത് ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഇങ്ങനെ വാശി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചതിനാണ് ഇപ്പോൾ ആ കുട്ടി കിടന്ന് അനുഭവിക്കുന്നത്. നമ്മൾ അതിൻ്റെ അച്ഛനും അമ്മയും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു. ചിത്തിരയാണെങ്കിൽ ബോധമറ്റ് കിടക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ശങ്കർദാസ് നോക്കുമ്പോൾ ചിത്തിരയ്ക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ ചാടി എണീക്കുക കേട്ടോ ചെയ്യുന്ന ശംഖു. എന്നിട്ട് ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, ചിത്തിരയ്ക്ക് നല്ല പനിയുണ്ട്, എന്തെങ്കിലും ഉടനെ ചെയ്യണം, നമുക്ക് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും ചോദിക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പോയതല്ലേ, ആ സമയത്ത് പനി ഉണ്ടായിരുന്നു എന്ന് ശംഖു ചോദിക്കുമ്പോൾ അപ്പോൾ പനിയില്ലായിരുന്നു, ഇപ്പോൾ പനി ഉണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് ശങ്കർദാസ് ദേഷ്യപ്പെടാത്തൊരു ചെയ്തേ. ഞാൻ എന്തായാലും ഡോക്ടറിനെ വിളിച്ച് ചോദിക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്ന ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ തന്നെ ശംഖു വീണ്ടും തൊട്ട് നോക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്, ഇത് ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചാലൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രേണു നീ നിൻ്റെ വാശി കള, അവരെ തിരിച്ചു വിളിക്കുമെന്ന് പറയും. നടക്കത്തില്ല ശംഖു, എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ലേ, ഈ പനി മാറ്റാൻ എനിക്കറിയാം, ഞാൻ ഡോക്ടറിനെ വിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ പോയി ഡോക്ടറിനെ വിളിച്ച് ചോദിക്കാനായിട്ട് പോകാട്ടോ ചെയ്യുന്നത്. പിന്നീട് പോകുന്ന വഴിക്ക് രാഗിണി പ്രതിഭയെ കാണുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ പ്രതിഭ ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് രാഗിണി, സുഖമല്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ സുഖമൊന്നും ഇല്ല മാഡം, ഇങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതെന്താ സുഖമൊന്നും ഇല്ലാത്ത, എന്താ പ്രശ്നമെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് പ്രതിഭ. എന്താ നിങ്ങളുടെ ജീവിതത്തിലെ സുഖം നഷ്ടപ്പെടുത്തുന്ന കാരണക്കാരും, ആരാണ് അതിന് കാരണക്കാരി ആയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ ആരാ, ആ മല്ലിക തന്നെയാണെന്ന് പറയുന്നു. അതിനാ മല്ലിക ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കട്ടോ ചെയ്തവർ. അവൻ എവിടെയും പോയിട്ടില്ല മാഡം, അവരിവിടെയൊക്കെ തന്നെ ഉണ്ടെന്നു, ഞാനിപ്പോൾ അവരെ കണ്ടതേ ഉള്ളൂ എന്നൊരു. കണ്ടുവെന്നോ? അവരാ ക്യാപ്റ്റൻ്റെ വീട്ടിലെ പേരും മാറ്റി ആളും മാറിയൊക്കെ ആയയായിട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റൻ്റെ കൂടെ ആയയായിട്ട് നിൽക്കുകയായിരുന്നോ? അതാണല്ലേ ഇവിടെ അവളെ പുറത്തൊന്നും കാണാതിരുന്നു, അവളുടെ ബുദ്ധി അപാരമാണല്ലോ എന്ന് പറയുന്നു. പക്ഷേ ഇപ്പം അതേ പുറത്തായ ലക്ഷണമാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അവളെ അങ്ങനെ വിടാനായിട്ട് സാധിക്കത്തില്ല, ഞാൻ ഇപ്പം തന്നെ ക്യാപ്റ്റനോട് പോയി എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരെന്തോ ചിത്തിരെ വിട്ടിറങ്ങി എന്നാണ് പറഞ്ഞത്. ഇപ്പം അതേ എങ്ങോട്ടോ നടന്നു പോകുന്നത് കണ്ടു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ പ്രതിഭ പറയുന്നുണ്ട്, അവളെ അങ്ങനെ വിടാനായിട്ട് സാധിക്കത്തില്ല, അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഗിണിയോട് ചോദിക്കുന്നുണ്ട്, വരുന്നോ രാഗിണി, ഞാൻ അടുത്ത ജംഗ്ഷനിൽ ഇറക്കി വിടാമെന്ന് പറയും. അല്ലെങ്കിൽ വേണ്ട, രാഗിണി നടന്നു പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പ്രതിഭ പറഞ്ഞിട്ട് ഒരു പണിയും കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവൻ രാഗിണി കിട്ടി ഇത്രയും വിവരങ്ങൾ കൊടുത്തിട്ടും. പിന്നീടാണെങ്കിൽ പനി നല്ല കൂടുതലാണെന്ന് ശങ്കർദാസ് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, നിനക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ശംഖു ചോദിക്കുന്നുണ്ട്, ബെറ്റർ ലൈഫ് കൊടുക്കുന്ന കൂട്ടത്തിലുള്ളതല്ലേ ബെറ്റർ മെഡിക്കൽ കണ്ടീഷൻ കൊടുക്കുക
എന്നുള്ളത്, അത് നിൻ്റെ അജണ്ടയിൽ ഇല്ലേന്ന് ചോദിക്കുന്നു. ഉണ്ട് എന്ന് ക്യാപ്റ്റൻ പറയുന്നു. എന്നാൽ പിന്നെ ചിത്തിരെ ഞാൻ നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ടായിരുന്നു, ഞാനും കൂടെ വരാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെ പനി വന്നും ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ആയെ പറഞ്ഞു വിട്ടതുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുമെന്ന് ചോദിക്കുന്നു. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ, എന്താണ് കാരണമെന്ന് ഡോക്ടർ ചോദിച്ചാൽ പിന്നെ പറയേണ്ടിയില്ലെന്ന് ശംഖു ചോദിക്കുമ്പോഴത്തേക്ക് അതെന്തായാലും വേണ്ട, അവൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാവാനും മാത്രം ഒരായെ പറഞ്ഞു വിട്ടത് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഈ മിഥ്യാധാരണകളൊക്കെ മാറ്റി നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റനും ശംഖുവും കൂടെ കൊണ്ടുപോകാട്ടോ ചെയ്യുന്ന ചിത്തിരെ. പിന്നീട് പ്രതിഭ നായിക്കിനെ വിളിച്ചു വരുത്തി പൊട്ടിത്തെറിക്കാട്ടോ ചെയ്യുന്നത്. നായിക്കേ, അവളെ ആ ക്യാപ്റ്റൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും നാളും ക്യാപ്റ്റൻ്റെ വീട്ടിൽ, അതറിയാമോ? എന്നിട്ടാണ് നമ്മൾ ഈ ലോകം മുഴുവൻ തിരഞ്ഞു നടന്നത്. തൻ്റെ കഴിവുകേട് തന്നെയാണ് മല്ലികയെ കണ്ടെത്താനായിട്ട് സാധിക്കാതിരുന്നത്. ഇത്രയും നാളും അവർ ഒരുമിച്ചാണ് താമസിച്ചെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ നായിക്ക് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം, എത്രയും പെട്ടെന്ന് ക്യാപ്റ്റനെ വിവരം അറിയിക്കണം. മല്ലികയാണ് അവളുടെ അച്ചമ്മയെന്ന്, ആ അച്ചമ്മ തന്നെയായിരുന്നു ആയിട്ട് ഇത്രയും നാളും ക്യാപ്റ്റൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഉടനെ തന്നെ നായിക്ക് പറയുന്നുണ്ട്, അത് വേണ്ട മാഡം വിളിച്ചപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചു, ചിത്രയ്ക്ക് നല്ല പനിയാണ്, അവർ മല്ലിക പോയതിൻ്റെ വിഷമത്തിൽ ബോധം കെട്ട് വീണതാണ്, ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറഞ്ഞത്. എന്തായാലും ആശുപത്രിയിൽ നിന്ന് വരട്ടെ, അപ്പം നമുക്ക് കാര്യങ്ങളെല്ലാം അവരെ വിശദമായിട്ട് അറിയിക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ പ്രതിഭ പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം തന്നെ അവരോട് പോയി കാര്യങ്ങൾ പറയണമെന്നാണ് പറയുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാ സത്യവും നമുക്ക് തുറന്നടിക്കാമെന്ന് നായിക്ക് പറയാം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. എന്തായാലും ചിത്ര പനി പിടിച്ച് കിടക്കുകയല്ലേ, അതെന്താവുമെന്ന് നോക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പ്രതിഭ പറയുന്നുണ്ട്, എന്തായാലും അവർ തമ്മിൽ ഒരു കാരണവശാലും കാണാൻ പാടില്ല, അങ്ങനെ വരുമ്പോൾ മല്ലിക ചങ്ക് പൊട്ടി ചത്തോളും, അങ്ങനെ മല്ലികയുടെ ശല്യം തീരും, പിന്നെ ചിത്തിരയ്ക്കും എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ല, അവിടെ പ്രിയപ്പെട്ട അച്ചമ്മയല്ലേ, ഇപ്പം തന്നെ അതേ പനി പിടിച്ചില്ലേ, അപ്പം പിന്നെ അവൾ ചത്തുപോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും, ചിത്തിരയെ കൊണ്ടുള്ള ശല്യവും തീരും, പിന്നെ നമുക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രതിഭ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും അവളുടെ പനി മാറി തിരിച്ചു വരട്ടെ. അപ്പോൾ നായിക്ക് താൻ പോയി എല്ലാ സത്യവും ആ ക്യാപ്റ്റനെ അറിയിക്കണം, അതിലൊരു മാറ്റവും പാടില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയെങ്കിലും അവളെ ഇല്ലാതെയാക്കണം ആ മല്ലികയെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും പ്രതിഭ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ചിത്തിരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു, ഡോക്ടർ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഒരു കാര്യം പറയുന്നുണ്ട്, ചിത്തിരയുടെ മനസ്സിനാണ് മുറിവേറ്റിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ മുറിവാണ് മായ്ക്കേണ്ടതെന്നും പറയുക ചെയ്യുന്നത്. അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞു വരുന്നതെന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു ആയ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്, അവരെ പറഞ്ഞു വിട്ടത് കൊണ്ടല്ലേ കുട്ടി തലകറങ്ങി വീഴുകയും പനി പിടിക്കുകയും ചെയ്ത്, അവരെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിന് സാധിക്കത്തില്ല എന്ന് ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. അവരുടെ കള്ളക്കളി ഞാൻ കൈയോടെ പൊക്കി അവരെ അടിച്ചിറക്കി വിട്ടതാണ്, അവരെ ഞാൻ തിരിച്ചു വിട്ടാൽ എനിക്കെന്ത് വിലയാണ് ഉണ്ടാവാൻ പോകുന്നത്, എനിക്കൊരു വിലയും ഉണ്ടാവാൻ പോകുന്നില്ല, ഇവർ തമ്മിൽ അടുത്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, ഇത്രയും ദിവസം കൊണ്ട് ഇത്രയ്ക്ക് ആത്മബന്ധം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവാത്തതെന്ന് പറയുന്നുണ്ട് ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, കുട്ടികളെ അടുക്കാനൊക്കെ അധികം സമയമൊന്നും വേണ്ട, ചിലർ പെട്ടെന്ന് ഇണങ്ങിച്ചേരും, ചിലർ ജീവിതകാലം മുഴുവൻ ഇടപെട്ടാലും ആരോടും ഇണങ്ങിച്ചേരത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമല്ലേ, മനുഷ്യരാകുമ്പോൾ അങ്ങനെയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നാലും ഇത് കുറച്ച് കൂടുതലാണെന്ന് ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ലായിരുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ആയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ആയെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചിത്തിരയുടെ അസുഖങ്ങളെല്ലാം മാറും. ഇപ്പോൾ ചിത്തിരയുടെ മനസ്സിലുള്ളത് താൻ ജീവന് തുല്യം സ്നേഹിച്ച ആയ തന്നെ വിട്ടുപോയി, തൻ്റെ അരികിലില്ല എന്നുള്ള ചിന്തയാണ്. അവരടുത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അടുത്ത് തന്നെ ആയ ഉണ്ടെന്നുള്ള ചിന്ത ചിത്തിരയ്ക്ക് വരികയും പനി അപ്പോൾ തന്നെ പമ്പ കിടക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർ പറയട്ടോ ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടം പോലെ മരുന്നുകളുണ്ട്, അത് ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മനസ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. മനസ്സിനെ ആദ്യം ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം എന്തെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ എന്തായാലും പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടതും. കുഞ്ഞിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ ഒരു മാർഗ്ഗമെന്നും പറയാട്ടോ ചെയ്യുന്നത്. വാശിയും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഒരു കാര്യവും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും കുട്ടിയെ തിരികെ കിട്ടാനായിട്ട് ഇനി അവരെ വിളിച്ചു വരുത്തുക മാത്രമേ ഉള്ളൂ വഴി എന്നുമൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നു, നിങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഡോക്ടറിന് എന്താണ് ചികിത്സിക്കാനൊന്നും അറിഞ്ഞൂടെ, അല്ലാതെ മല്ലികയെ വരുത്താതെ, അതായത് തങ്കമ്മയെ വരുത്താതെ ചിത്രയുടെ പനി മാറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും ഞാൻ അവരെ തിരികെ വിളിക്കാനായിട്ട് പോകുന്നില്ല, അവരെ ഇവിടെ വരണ്ട, അവർ വന്നാലുണ്ടല്ലോ ഞാനാണ് തോറ്റുപോകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ജയവും തോൽവിയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ രേണു എന്നൊക്കെ ചോദിക്കാട്ടോ ചെയ്യുന്ന ശങ്കർദാസ്. ചിത്തിരയുടെ ജീവനല്ലേ ഏറ്റവും പ്രധാനം, ചിത്തിരയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം, അത് നമ്മുടെ ആവശ്യമാണ്, അത് നീ മറക്കാനായിട്ട് പാടില്ല രേണു എന്ന് പറയും. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ മാത്രമേ അവൾ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ നമ്മുടെ കൂടെ നിൽക്കില്ല എന്നും ശങ്കർദാസ് പറയുന്നു കേട്ടോ. പിന്നീട് പ്രതിഭയാണെങ്കിൽ മല്ലികാമ്മയെ വിളിക്കുക കേട്ടോ ചെയ്ത്, ചിത്തിര ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം അറിയിച്ച് മല്ലികാമ്മയെ വിഷമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. മല്ലികയെ നീ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. അറിഞ്ഞിട്ട് എന്തിനാണെന്ന് മല്ലികാമ്മ ചോദിക്കുന്നു. നീ അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ, നീ ഹോസ്പിറ്റലിൽ പോയില്ലേ, അപ്പോൾ നീ ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ ഉള്ളതെന്നൊക്കെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. നീ എന്തൊക്കെയാണ് പ്രതിഭ ഈ പറയുന്നത്, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്,
തുറന്ന് അവിടെ ആരാണുള്ളതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യും. അയ്യോ കഷ്ടമായി പോയല്ലോ, ചിത്തിരയ്ക്ക് പനി പിടിച്ചേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അതെ നീ വേഷം മാറിയൊക്കെ ചിത്തിരയുടെ വീട്ടിൽ പോയി നിന്നില്ലേ? നിന്നെ പറഞ്ഞു വിട്ടതിൽ ഉള്ള സങ്കടം കൊണ്ട് ബോധം കെട്ട് വീണതാണെന്ന്. അതിനുശേഷം പനിയും പിടിച്ചു. ഇപ്പോൾ പനി വിട്ടു മാറുന്നില്ലെന്നാണ് പറയുന്നത് കേട്ടെ. ഞാൻ അറിഞ്ഞത് അല്പം സീരിയസ് ആണെന്നാണ് കേട്ടോ എന്നിങ്ങനെ കുത്തിക്കൊണ്ട് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മല്ലികാമ്മ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാലേ, നീ പോകണ്ട കേട്ടോ. നീ പോയാലും അവർ നിന്നെ കാണിക്കുമെന്നൊന്നും തോന്നില്ല. നിന്നെ അവിടുന്ന് ആട്ടി ഇറക്കത്തേ ഉള്ളൂ. വെറുതെ എന്തിനാ നാണം കെടാനായിട്ട് നീ അങ്ങോട്ടേക്ക് പോകുന്നു. എന്നാലും മല്ലികയെ നിന്നെ സമ്മതിക്കണം. നിൻ്റെ ധൈര്യം, നിൻ്റെ ആദർശമൊക്കെ എവിടെ പോയി? നിനക്കിത് എങ്ങനെ സാധിക്കുന്നു? ആൾമാറാട്ടം നടത്തി ഒരു വീട്ടിൽ കയറി താമസിക്കാനൊക്കെ അതൊക്കെ കുറ്റകരമാണ്, നിനക്ക് അറിഞ്ഞൂടെ മല്ലികയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, എൻ്റെ നിവർത്തി കേടുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്. നീ കാരണമാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത്. എൻ്റെ ചിത്തുവിന് വേണ്ടി എന്ത് ആൾമാറാട്ടം നടത്താനും ഞാൻ തയ്യാറാണെന്നും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. ഇപ്പം നിനക്ക് ആ വേഷവും കെട്ടാനായിട്ട് സാധിക്കത്തില്ലല്ലോ. നിന്നെ കണ്ട ക്യാപ്റ്റനെ അടിച്ചിറക്കുമെന്നല്ലേ അറിഞ്ഞെന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ ഇത് വിളിച്ചു പറഞ്ഞത് എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതിപ്പോൾ എനിക്ക് ഗുണകരമായി മാറി. എന്ത് വില കൊടുത്തു ഞാൻ എൻ്റെ ചിത്തുവിനെ കാണുമടിയെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. എന്നാൽ പിന്നെ നിനക്ക് ക്യാപ്റ്റൻ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമെന്ന് പ്രതിഭയും പറയാം കേട്ടോ ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എന്തായാലും നിൻ്റെ അന്ത്യം കാണണം, അതാണ് എൻ്റെ ആഗ്രഹം. നിന്നെ തെക്കോട്ട് എടുക്കുന്നിടം വരെ ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നീ ചങ്ക് പൊട്ടി ചാവുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ പ്രതിഭ പറയുന്നു. അത് നിൻ്റെ വ്യാമോഹം മാത്രമാണെന്നും നീ വിചാരിക്കുന്നത് പോലെയല്ല പ്രതിഭ. എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ ചിത്തുവിനെ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്നും ചിത്തുവിനെ ഞാൻ രക്ഷിച്ച് എൻ്റെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവനോടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്യാതെ ഒരിക്കലും നിൻ്റെ ആ ആഗ്രഹം നടക്കാനായിട്ട് പോകുന്നില്ല എന്നും ആദ്യം ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാൻ മടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മല്ലികാമ്മ പ്രതിഭയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിൻ്റെ മരണത്തിന് വേണ്ടിയിട്ട്, നിന്നെ തെക്കോട്ടെടുക്കുന്ന സമയത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പ്രതിഭ പറയുന്നു. ആരുടെ ആഗ്രഹമാടി നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം പ്രതിഭയെ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ചിത്തുവിനെ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ച് എൻ്റെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവരും. അതെങ്ങനെ എപ്പോൾ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ നടക്കാതെ എനിക്ക് ഒന്നും സംഭവിക്കാൻ അത് പോകുന്നില്ലടി. അതുകൊണ്ട് നമുക്ക് കാണാൻ പടിയെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം വെല്ലുവിളിക്കുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മയും അതുപോലെ തന്നെ പ്രതിഭയും കൂടെ. അതിനുശേഷം മല്ലികാമ്മ പറയുന്നുണ്ട്, ഇനി നിൻ്റെ ഒരടവും എൻ്റെ അടുക്ക നടക്കത്തില്ല. നീ എന്നെ വിഷമിപ്പിച്ച് സന്തോഷിക്കാനല്ലേ നോക്കുന്നത്, അത് നടക്കാനേ പോകുന്നില്ലടി. എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ ചെയ്യുന്നത്. പ്രതിഭയാണെങ്കിൽ ഇനി ഇവളാണെങ്കിൽ ക്യാപ്റ്റനെ അടുക്കലേക്ക് പോകുമോ, ഇനി ക്യാപ്റ്റൻ ഇവളെ ചിത്രയെ കാണിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അവിടെ ചിത്രനാണെങ്കിൽ ബോധമൊന്നും വരുന്നില്ല, പനിയൊട്ട് കുറയുന്നുമില്ല കേട്ടോ. കുട്ടിയുടെ പനിക്ക് ഒരു കുറവുമില്ല എന്ന് ശംഖു പറയാം കേട്ടോ ചെയ്യുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാം, ചിത്രയുടെ പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ തിരിച്ച് വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ശംഖു നടക്കാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നതെന്നും അതൊരിക്കലും നടക്കത്തില്ല എന്ന് തീർത്ത് പറയാം കേട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അപ്പോഴേക്കും മല്ലികാമ്മ ചിത്തിരയുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ്മ എത്തുന്നത് ക്യാപ്റ്റൻ കാണുന്നു. ക്യാപ്റ്റൻ ഞെട്ടിത്തരിക്കുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ എത്തി ചിത്തുവിനെ വിളിക്കുന്നതോടുകൂടി ചിത്തുവിൻ്റെ പനി മാറുന്നു. അങ്ങനെ മല്ലികാമ്മ ചിത്തിരെ രക്ഷിക്കുമ്പോൾ ക്യാപ്റ്റൻ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു.